ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മുടെ ചന്ദ്ര ഒറ്റ കാലിൽ നിൽക്കുകയാണ്, കേസ് പിൻവലിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും കേസ് കൊടുക്കുമെന്നും ഇനിയിപ്പോൾ ശരത്തിനെ കിട്ടിയില്ലെങ്കിൽ ശരത്തിൻ്റെ അമ്മയെ പിടിച്ചകത്തിടുമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് ഇറങ്ങിപ്പോയിരിക്കുകയാണല്ലോ ചന്ദ്ര. അതേസമയം നമ്മുടെ സച്ചിയും രേവതിയും കൂടി പോയി ഒരു വക്കീലിനെ കാണുന്നുണ്ട് കേട്ടോ. വക്കീലിനെ കണ്ട് സംസാരിക്കുമ്പോൾ വക്കീൽ സച്ചിയോടും രേവതിയോടും പറയുന്നുണ്ട്, ഒരു 5 ലക്ഷം രൂപ തന്നാൽ എങ്ങനായാലും ശരത്തിനെ പുറത്തിറക്കാം, അല്ലാതെ പുറത്തിറക്കാൻ പറ്റില്ല. കാരണം അവന് അതുപോലൊരു കേസാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഒരിക്കലും അവരൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. പിന്നെ നിങ്ങൾ ഇത്രയും പണം തന്നില്ല എന്നുണ്ടെങ്കിൽ അവനകത്ത് കിടന്ന് നരകിക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചിൻ രേവതിയും പണമൊക്കെ കൊണ്ട് കൊടുക്കുകയാണ്. അങ്ങനെ വക്കീല് തന്ത്രപൂർവ്വം നമ്മുടെ ചന്ദ്രയെ കൊണ്ട് തന്നെ ആ കേസ് പിൻവലിപ്പിക്കുകയാണ് കേട്ടോ. അതിനൊക്കെ ശേഷം നമ്മുടെ ശ്രുതിക്ക് നല്ല 8ൻ്റെ ഒരു പണി കൂടി കിട്ടുന്നുണ്ട് കേട്ടോ. ചന്ദ്ര കേസ് പിൻവലിച്ച് കഴിയുമ്പോഴേക്കും ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ വക്കീൽ പറയാണ്, ഒരു 5 ലക്ഷം രൂപ കൊണ്ട് തന്നാൽ എന്തായാലും ശരത്തിനെ പുറത്തിറക്കാമെന്ന് പറയാം. അപ്പോൾ രേവതി സച്ചിൻ പറയാം, 5 ലക്ഷം രൂപയോ, അത്രയും രൂപ വേണോ സാറേ എന്ന് ചോദിക്കുക. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട്, പിന്നെ അവനൊരു ചെറുപ്പക്കാരൻ പയ്യനല്ലേ, അവൻ പഠിക്കേണ്ടവനല്ലേ, അങ്ങനെയുള്ള ഒരുത്തൻ ജയിലിൽ കിടന്ന് കാലം കഴിഞ്ഞ് പോകണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പണം തരണം എന്ന് പറയാണ്. അങ്ങനെ സച്ചിയും രേവതിയും കൂടെ ഏകദേശം ഒരു തീരുമാനമൊക്കെ ആയി, എങ്ങനെയെങ്കിലും പണമൊക്കെ ഒപ്പിക്കാം എന്ന് വിചാരിച്ച് അവർ പോരുകയാണ്. എങ്ങനെയെങ്കിലും ശരത്തിനെ പുറത്തിറക്കണമല്ലോ, അല്ലാതെ ചന്ദ്ര കേസൊന്നും പിൻവലിക്കില്ല. നമ്മുടെ രവി പറഞ്ഞിട്ട് പോലും ചന്ദ്ര അനുസരിക്കാൻ കൂട്ടാക്കുന്നേയില്ല. രവി ഒരുപാട് പറയുന്നുണ്ട് കേട്ടോ, എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്, രേവതിയുടെ അനിയനല്ലേ, അവനൊരു ചെറുപ്പക്കാരൻ പയ്യനല്ലേ, അവൻ്റെ ഭാവി നശിപ്പിക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് രവി. എന്നിട്ടും ചന്ദ്ര അതിലൊന്നും വീഴുന്നുമില്ല. ഒരിക്കലും ആ കേസ് പിൻവലിക്കില്ലെന്നും അവനെ മാത്രമല്ല അവൻ്റെ അമ്മയെ കൂടി പിടിച്ച് അകത്തിടിയിക്കുമെന്നും ഒക്കെ ചന്ദ്ര പറയാണ്. അങ്ങനെ ആകെ വിഷമിച്ച് സച്ചിയും രേവതിയും തിരിച്ചു വരിക. എങ്ങനെയെങ്കിലും ഈ പണം ഉണ്ടാക്കണമല്ലോ. അപ്പോൾ രേവതി പറയുക, സച്ചിയേട്ടാ കുറച്ച് പണമൊക്കെ നമ്മുടെ കയ്യിൽ നീക്കിയിരിപ്പിരിപ്പില്ലേ, ഒരു 5 ലക്ഷം രൂപയുടെ അടുത്തില്ലേ എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയുക, ശരിയാ അത്രയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ, അത് നമുക്ക് കയ്യോടെ കൊണ്ടുപോയി വക്കീലിന് കൊടുക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ രേവതി പറയാം, സച്ചിയേട്ടാ അത് നമ്മൾ റൂം കെട്ടാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെച്ച പണമല്ലേ, ഇങ്ങനൊരു ആവശ്യത്തിന് അതെടുക്കുമ്പം നമുക്കതൊരു ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുക, എന്ത് ബുദ്ധിമുട്ട്, ശരത്തിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അവൻ ജയിലിൽ കിടക്കുന്നതാണോ വലുത്, റൂം കെട്ടുന്നതാണോ? റൂം കെട്ടാനായിട്ട് നമുക്ക് ഇനിയും പണം ഉണ്ടാക്കാം, പക്ഷേ ഈ പണം നമുക്ക് കൊണ്ടുപോയി വക്കീലിന് കൊടുക്കാം. ചിലപ്പോൾ 2 ലക്ഷം രൂപ തികച്ചൊന്നും 5 ലക്ഷം രൂപ തികച്ചൊന്നും കാണുകയില്ല, എന്നാലും ഉള്ളത് കൊണ്ടു കൊടുത്ത് നമുക്ക് അദ്ദേഹത്തോട് പറയാമെന്ന് പറയാം. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും കൂടെ ആ പണവുമായിട്ട് വക്കീലിൻ്റെ അടുത്ത് പോവാണ് കേട്ടോ. 5 ലക്ഷം തികച്ചൊന്നുമില്ല, എന്നാലും അതിനോടടുത്ത് തന്നെയുണ്ട്, അതുകൊണ്ട് വക്കീലിന് കൊടുക്കുക. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട്, ശരി ഇനിയിപ്പം നിങ്ങളൊന്നും അറിയേണ്ട കാര്യമില്ല, ശരത്ത് എത്രയും വേഗം പുറത്തിറങ്ങും, ശരത്തിൻ്റെ കേസ് ഇല്ലാതാവും, അവനെ ഇനി ആരും ശിക്ഷിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇതൊക്കെ നടക്കുമോ സാറേ, അവസാനം ശരത്ത് ജയിലിലെങ്ങാനും കിടക്കേണ്ടി വരുമോ എന്ന് ചോദിക്കാം. അപ്പോൾ വക്കീല് നല്ല ഉറപ്പ് കൊടുക്കുവാണ്, എന്തായാലും ശരത്ത് ജയിലിലൊന്നും കിടക്കാനൊന്നും പോകുന്നില്ല, അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, നിങ്ങൾ സമാധാനത്തോടു കൂടി പൊക്കോളാൻ വക്കീൽ പറയാണ്. അതേസമയം നമ്മുടെ വക്കീലാണെങ്കിൽ ചന്ദ്രയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ആർത്തി പിടിച്ച ആളാണ് ചന്ദ്ര എന്ന് മനസ്സിലാക്കുകയാണ്. പണത്തോട് അത്യാർത്തിയാണ് ചന്ദ്രയ്ക്കുള്ളത് എന്ന് വക്കീൽ മനസ്സിലാക്കി എടുത്തിരിക്കുക. അങ്ങനെ വക്കീലിൻ്റെ ജൂനിയറിനെ വിളിക്കുന്നുണ്ട്. ജൂനിയർ ആണെങ്കിൽ ചന്ദ്രയെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയാം. പണത്തോട് അമിതമായ ആർത്തിയാണെന്നും അവർക്ക് 3 മക്കളുണ്ട്, ആ 3 മക്കളുടെയും മരുമക്കൾ അവർ പണം വെച്ചാണ് അളക്കുന്നതെന്നും 2 മരുമക്കളും കോടീശ്വരിമാരാണ്, അതുകൊണ്ട് അവരോട് നല്ല സ്നേഹമാണെന്നും, എന്നാൽ ഈ രേവതിയോട് ചന്ദ്രയ്ക്ക് നല്ല വെറുപ്പാണ്, പണമില്ലാത്ത വീട്ടിലെ ആയതുകൊണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വക്കീലിനോട് ജൂനിയർ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ആ ജൂനിയർ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ വക്കീലിന് ചന്ദ്രയുടെ ആ ക്യാരക്ടർ മനസ്സിലാകുകയാണ്. അപ്പോൾ വക്കീൽ പറയാം, ഇതിൽ നമുക്കൊരു ഒത്തുതീർപ്പിന് പോകാം, അല്ലാതെ രേവതിയോടുള്ള വൈരാഗ്യം വെച്ച് അവർ ഈ കേസ് പിൻവലിക്കാനൊന്നും പോകുന്നില്ല. ഇനിയിപ്പോൾ അവർ കേസ് വാദിച്ചു കഴിഞ്ഞാലും ആ ചെറുക്കൻ രക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു രക്ഷയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ പോയിട്ട് ഈ ചന്ദ്രമതിയോടൊന്ന് സംസാരിക്കാമെന്ന് പറയാം. അങ്ങനെ നമ്മുടെ വക്കീൽ പോയി ചന്ദ്രമതിയെ കാണുകയാണ്.
അപ്പോൾ ചന്ദ്രമതി വലിയ ഗേമയ്ക്കിരിക്കുക. ചന്ദ്രമതി പറയുന്നുണ്ട് എന്തായാലും ഈ കേസൊന്നും ഞാൻ പിൻവലിക്കാൻ പോകുന്നില്ല എന്ന് പറയാം. അപ്പോൾ വക്കീൽ പറയാ അങ്ങനെ കേസ് പിൻവലിക്കാതിരുന്നാൽ പിന്നെ എങ്ങനെയാ ഈ കേസ് നിങ്ങൾ വിജയിക്കുമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് തീർച്ചയായിട്ടും അവനെ കിട്ടും, ഇല്ല അവൻ്റെ അമ്മയെ പിടിച്ചകത്തിടണം. കള്ളക്കൂട്ടങ്ങളാണ്, എൻ്റെ പണം അവർ മോഷ്ടിച്ചുകൊണ്ട് പോയത് അവൻ തന്നെയാണെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട് നിങ്ങളുടെ പണം അവനാ മോഷ്ടിച്ചത്, അതിൻ്റെ വിഷ്വൽസൊക്കെ കയ്യിലുണ്ട്, അതൊരു വല്ലാത്ത തെളിവ് തന്നെയാണ്, സമ്മതിച്ച് ഞാനെന്ന് പറയാം. അപ്പം ചന്ദ്രമതി പറയാം പിന്നെ അത്രയും വലിയ തെളിവുള്ളപ്പോൾ പിന്നെ ഞാൻ ഇനി എന്തിനാ പേടിക്കേണ്ടത്, എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അവനെതിരെ കേസ് കൊടുത്ത് അകത്തിടുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയാം. അപ്പോൾ ഉടനെ വക്കീൽ പറയാ ഈ കേസിൽ നിങ്ങൾ ജയിക്കാൻ 1% സാധ്യത മാത്രമേ ഉള്ളൂ. അപ്പോൾ ചന്ദ്രമതി ചോദിക്കുക അതെന്താ 1% സാധ്യത, എൻ്റെ കയ്യിലെല്ലാ തെളിവുമില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ വക്കീൽ ചോദിക്കുക ആ പണം നിങ്ങൾക്ക് തിരികെ കിട്ടിയില്ലേ, ആ പണം തിരികെ തന്നില്ലേ നിങ്ങൾക്ക്, പിന്നെ നിങ്ങളുടെ പണമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, അന്ന് ആ ശരത്ത് ആ പണം എടുത്തെങ്കിലും അത് തിരികെ തരികയും ചെയ്തു, അങ്ങനെ ആ തിരികെ കിട്ടിയതിന് തെളിവുണ്ടല്ലോ, അപ്പോൾ പിന്നെ നിങ്ങളിതിൽ ജയിക്കുമെന്നൊന്നും വിചാരിക്കേണ്ടെന്ന് പറയുമ്പം ചന്ദ്രമതിക്കൊരു ഞെട്ടലൊക്കെ വരിക. അപ്പോൾ ചന്ദ്രമതി ചോദിക്കുക ശരിക്കും പണം തിരികെ കിട്ടിയോണ്ട് ഈ കേസിൽ ഞാൻ ജയിക്കാൻ സാധ്യതയില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ വക്കീൽ പറയും എവിടെ നിന്ന് ജയിക്കില്ലെന്ന് മാത്രമല്ല കുറേ പണം നിങ്ങൾക്ക് ഇറങ്ങും, നിങ്ങളുടെ വക്കീൽ നിങ്ങളോട് കുറേ കാശ് പിണങ്ങും, അത് കഴിയുമ്പോൾ നിങ്ങൾ തോറ്റു തുന്നം പാടും, ആ ചെറുക്കനുണ്ടല്ലോ അവൻ കിളി പോലെ പുറത്തിറങ്ങുമെന്ന് പറയാം. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ ആലോചിക്കുക അങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് പറയാം, എന്നാലും ഞാൻ കേസ് പിൻവലിക്കുകയല്ലെന്ന് ചന്ദ്ര പറയാം. അപ്പോൾ വക്കീൽ പറയാം ദേ ഞാൻ നിങ്ങൾക്കും എനിക്കും ദോഷമില്ലാത്തൊരു കാര്യം പറയാമെന്ന് പറയാം. അപ്പോൾ ചന്ദ്ര ചോദിക്കുക എന്താ, അതെ നിങ്ങളിപ്പോൾ ഈ കേസ് പിൻവലിച്ചാൽ നിങ്ങൾക്ക് ഞാനൊരു 2 ലക്ഷം രൂപ തരാം, നിങ്ങളുടെ 2 ലക്ഷം രൂപയല്ലേ പോയത്, അത് നേരത്തെ നിങ്ങൾക്ക് തിരികെ കിട്ടുകയും ചെയ്തു, ഇപ്പം ആ പേരിൽ ഒരു 2 ലക്ഷം രൂപ കൂടി കിട്ടിയാൽ കഴിക്കുമോ എന്ന് ചോദിക്കുക. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ ആലോചിക്കുക അപ്പോൾ ആ പേരിൽ എനിക്കൊരു 2 ലക്ഷം രൂപയും കൂടെ കിട്ടിയാൽ പ്രശ്നമൊന്നുമില്ലല്ലോ, 2 ലക്ഷം രൂപ കിട്ടിയാൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെ വിചാരിക്കുക. ആ അന്നേരം വക്കീൽ ഒന്നുകൂടി പറയുകയാണ് കേട്ടോ. അപ്പോൾ ചന്ദ്ര പറയാം ഞാനൊന്ന് ആലോചിക്കട്ടെ, അത് നല്ലൊരു ഏർപ്പാടാണല്ലോ എന്ന് പറയാം. അപ്പോൾ വക്കീൽ പറയാം ദേ എന്തായാലും കേസ് പിൻവലിച്ച നിങ്ങളുടെ കയ്യിൽ 2 ലക്ഷം രൂപ ഇരിക്കും, നഷ്ടപ്പെട്ട പണം നേരത്തെ കിട്ടി, പോരാത്തതിന് ഇത് ഒരു പലിശയായിട്ട് കൂട്ടിയാൽ മതി. അപ്പോൾ ചന്ദ്ര ഓക്കെ പറയാം. ചന്ദ്ര പറയാം ശരിയാ, എന്നാൽ പിന്നെ കേസ് ഞാൻ പിൻവലിച്ചേക്കാം, എന്തിനാ വെറുതെ കേസും വയ്യാവേലിയൊക്കെ അതിൻ്റെ പുറകെ നടന്ന് എനിക്ക് കുറേ പണം നഷ്ടപ്പെടുമായിരിക്കും, ആ ശരത്തിനും രേവതിക്കും ഒക്കെ ഉള്ള പണി ഞാൻ വേറെ കൊടുത്തോളാം, എന്തായാലും സാർ ആ 2 ലക്ഷം രൂപ എനിക്ക് തന്നേക്ക്, ഞാൻ ഈ കേസ് പിൻവലിച്ചെന്ന് ഒപ്പിട്ട് തരാമെന്ന് പറയാം. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട് നിങ്ങൾ ഒപ്പിട്ടതാ എന്നിട്ട് പണം ഞാൻ തരാമെന്ന് പറയാം. അങ്ങനെ ചന്ദ്രമതി കേസ് പിൻവലിച്ചു എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം വക്കീൽ ഈ 5 ലക്ഷം രൂപയ്ക്കിൽ നിന്ന് 2 ലക്ഷം രൂപ എടുത്ത് ചന്ദ്രയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ചന്ദ്ര കേസ് പിൻവലിക്കുകയാണ്. അപ്പം ഇതിന് ശേഷം ചന്ദ്ര ആ പണവുമായിട്ട് വീട്ടിലേക്ക് പോവുക. അതേസമയം നമ്മുടെ സച്ചിയെ വിളിച്ചിട്ട് വക്കീൽ പറയുന്നുണ്ട് ദേ ഇനി നിങ്ങളൊന്നും പേടിക്കാനില്ല, നിങ്ങളോട് ഞാൻ പണം വാങ്ങിയെങ്കിൽ അതിനുള്ള പണി ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ അമ്മ കേസ് പിൻവലിച്ചിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ സച്ചി വിശ്വസിക്കുന്നില്ല, അമ്മ കേസ് പിൻവലിച്ചെന്നോ, അതെങ്ങനെ പിൻവലിക്കാനാ, അമ്മ അങ്ങനെ കേസൊന്നും പിൻവലിക്കാൻ സാധ്യതയില്ലെന്ന് പറയാം. വക്കീൽ പറയാം ദേ എഴുതി ഒപ്പിട്ട പേപ്പർ എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചു തരാം, അപ്പോൾ വിശ്വാസമാകുമല്ലോ, നിങ്ങളുടെ അമ്മ ഈ കേസ് പിൻവലിച്ചു എന്ന് പറയുമ്പോൾ സച്ചി പറയാ സാർ എന്ത് മായാജാലം ചെയ്തേ, ആ അതൊക്കെ എന്തെങ്കിലും ഞാൻ ചെയ്തെന്ന് ഓർത്തോ, എന്തായാലും ഇതിൽ നമുക്ക് നഷ്ടമില്ല എന്ന് പറയാം. അപ്പോൾ സച്ചി പറയാം സന്തോഷമുണ്ട് സാറേ, ഏതായാലും ആ ശരത്തിനെ പിടിച്ച് അകത്തിട്ട് ജീവിതകാലം മുഴുവൻ അതിനഴി എണ്ണി കിടക്കേണ്ടി വന്നില്ലല്ലോ എന്നൊക്കെ പറയാം. അതിനുശേഷം സച്ചി ഈ വിവരം രേവതിയോട് പറയുമ്പോൾ രേവതിയും സച്ചിയോട് പറയണേ അതെന്താ അമ്മ കേസ് പിൻവലിക്കാൻ ഒരു സാധ്യതയില്ലായിരുന്നല്ലോ, ഇത്ര പെട്ടെന്ന് അമ്മയുടെ മനസ്സെങ്ങനെയാണ് മാറിയത് എന്നൊക്കെ രേവതി ചോദിക്കുമ്പോൾ സച്ചി പറയാം അതെ എൻ്റെ അമ്മയല്ലേ, എനിക്കറിയാം പണം എന്തെങ്കിലും വക്കീൽ കൊടുത്തിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞു കാണും, പണം കണ്ടു കഴിഞ്ഞാൽ അമ്മ അങ്ങ് തിരിഞ്ഞു മറിഞ്ഞ് വീഴും, അതുകൊണ്ടാണ് അമ്മ ഇപ്പോൾ കേസിൽ നിന്ന് പിൻവലിച്ചത്, അല്ലാതൊന്നും അമ്മ വീഴാൻ സാധ്യതയില്ലെന്ന് പറയാം. അപ്പം രേവതി പറയാം ആ എന്തായാലും ആ വക്കീലും മിടുക്കനാ, അമ്മ കേസ് പിൻവലിച്ചല്ലോ, സമാധാനം എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ സന്തോഷം പറയാനായിട്ട് രേവതിയുടെ വീട്ടിലേക്ക് പോവുകയാണ് സച്ചിയും രേവതിയും ഒക്കെ കൂടി. അവിടെ ചെന്ന് രേവതി സച്ചിയും ചെല്ലുന്ന കാണുമ്പോഴേ ലക്ഷ്മിയും ശരത്തും എല്ലാവരും ഉണ്ട്. അപ്പോൾ അവിടെ പറയുന്നുണ്ട്
അതെ, എൻ്റെ അമ്മ കേസ് പിൻവലിച്ചെന്ന് പറയാം. അപ്പം ലക്ഷ്മി പറയുന്നുണ്ട്, അയ്യോ കേസ് പിൻവലിച്ചോ? അതെന്താ ചന്ദ്രമതി അങ്ങനെ ചെയ്തത്? ഞാനന്ന് വന്നപ്പോൾ പോലും എന്നെ ആട്ടി ഇറക്കി വിട്ടതാ. ഈ കേസ് പിൻവലിക്കുകയില്ലെന്ന് ചന്ദ്രമതി എന്നോട് ഉറപ്പിച്ച് പറഞ്ഞതാ. ഇപ്പം എന്ത് പറ്റി ചന്ദ്രമതി ഇങ്ങനെ കേസ് പിൻവലിക്കാമെന്ന് പറയാം? അപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, അതാ വക്കീൽ എന്തോ പണി ചെയ്തതാ, പണം വല്ല ഓഫർ ചെയ്തായിരിക്കും, അല്ലെങ്കിൽ അമ്മ വീഴാൻ സാധ്യതയില്ല, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. എന്തെങ്കിലും ആവട്ടെ, ആ കേസ് പിൻവലിച്ചല്ലോ എന്ന് പറയാം. അപ്പം ശരത്ത് പറയുന്നുണ്ട് സച്ചിയോട്, അതെ സച്ചിയേട്ടാ, എനിക്ക് നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ അകത്ത് കിടന്നേനെ. ഈ കേസ് പിൻവലിപ്പിച്ചതിനും ഇതിനൊക്കെ വേണ്ടി നടന്നതും സച്ചിയേട്ടൻ ദേവചേച്ചി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ കാരണം ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ സംഭവിച്ചത് എന്ന് പറയാം. അപ്പോൾ ഉടനെ സച്ചി പറയുക, അതൊന്നും സാരില്ല ശരത്തെ, ഇനിയെങ്കിലും നീ ആളുകളെ മനസ്സിലാക്കാൻ പഠിക്ക്. നീ ആ ആൻ്റണിയുടെ കൂടെ നടന്ന് മഹാമോശമായിപ്പോയി. ഇനിയിപ്പോൾ നീ പഠിത്തത്തിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നന്നായിട്ട് പഠിച്ച് ഒരു നല്ല ജോലിയൊക്കെ വാങ്ങി കുടുംബം നോക്കാൻ നോക്ക്. അല്ലാതെ ചീത്ത കൂട്ടുകൂട്ടിൻ്റെയൊക്കെ പുറകെ പോയി നശിക്കരുതെന്ന് പറയുക. അപ്പോൾ ഉടനെ ശരത്ത് പറയുന്നുണ്ട്, ഇല്ല സച്ചിയേട്ടാ, ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഞാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചു എന്നൊക്കെ പറയാം. അപ്പോൾ ഉടനെ ലക്ഷ്മി പറയുന്നുണ്ടേ, ഞങ്ങൾ വീട്ടിലേക്ക് വരാം, ഞങ്ങൾ വീട്ടിൽ വന്ന് ചന്ദ്രമതിയെ കണ്ട് ഒന്ന് നന്ദി പറയാം, കേസ് പിൻവലിച്ചതല്ലേ ചന്ദ്രമതി എന്ന് പറയാം. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അയ്യോ വേണ്ട വേണ്ട, അങ്ങോട്ട് വന്ന് ആരും നന്ദി പറയണ്ട. അങ്ങോട്ട് ഇനി നന്ദി പറയാൻ വന്ന അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ അമ്മയുടെ വായിലിരിക്കുന്ന ഒക്കെ കേൾക്കേണ്ടി വരുമെന്ന് പറയണേ. അപ്പോൾ രേവതിയും പറയാം, ശരിയാ അമ്മ വരണ്ട, എന്തിനാ നന്ദി പറയുന്നത്, ഞങ്ങൾ പറഞ്ഞോളാന്ന് പറയാം. അപ്പോൾ ലക്ഷ്മി വീണ്ടും പറയാം, അയ്യോ അത് പറ്റില്ല, നമ്മളൊക്കെ ഒരു കുടുംബക്കാരല്ലേ, അത് ചന്ദ്രയോട് വന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് മനസ്സിന് ഭയങ്കര വിഷമമാണ്. ചന്ദ്ര കേസ് പിൻവലിച്ചല്ലോ, ഇപ്പം ഇല്ലെങ്കിൽ എന്താവുമായിരുന്നു എന്നൊക്കെ പറയാം. അപ്പോൾ രേവതി സച്ചിയും പറയുന്നുണ്ട്, എന്നാൽ വന്ന് നന്ദിയൊക്കെ പറഞ്ഞോളാൻ പറഞ്ഞ് ഇവരെല്ലാവരും കൂടെ ചന്ദ്രോദയത്തിലേക്ക് ചെല്ലുക. അപ്പം നമ്മുടെ ചന്ദ്ര അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചന്ദ്ര അവിടെ ഇവരെല്ലാവരും കൂടെ ചെല്ലുന്ന കാണുമ്പോൾ നമ്മുടെ ശ്രുതി ഇങ്ങനെ നോക്കുക, ഇതെന്താ ഇപ്പോൾ ഇവരെല്ലാവരും കൂടെ വന്നത്, അമ്മയെ വല്ലോ പറഞ്ഞ് സ്വാധീനിക്കാൻ വേണ്ടി വന്നതായിരിക്കും എന്നിങ്ങനെ വിചാരിക്കുക. അതേസമയം ഇവരെല്ലാം കൂടെ വരുമ്പം ചന്ദ്ര ആകെപ്പാടെ ഒരു നാണം കെട്ട അവസ്ഥയിൽ തന്നെയാണ് കേട്ടോ. കേസൊക്കെ പിൻവലിച്ച് ഗമയൊട്ട് വിടാനും മേല, അങ്ങനെ ഒരു അവസ്ഥയിൽ. അപ്പോൾ ചെല്ലുന്ന വഴി തന്നെ നമ്മുടെ ലക്ഷ്മി ചന്ദ്രയോട് പറയാ, ചന്ദ്രമതി അന്നെന്നോട് ചന്ദ്രമതി അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും കേസ് പിൻവലിച്ചത് നന്നായി കേട്ടോ. എൻ്റെ മോൻ്റെ ഭാവി ഓർത്തിട്ട് കേസ് പിൻവലിച്ചല്ലോ, അതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയുക. അപ്പോൾ ചന്ദ്രമതി, ശരി ശരി, നന്ദിയൊക്കെ അവിടെ വച്ചേച്ചാൽ മതി, ഇനി ഇതുപോലത്തെ ഏർപ്പാടൊന്നും ഉണ്ടായേക്കരുതെന്ന് പറയാം. അപ്പോൾ ഉടനെ ലക്ഷ്മി പറയുന്നുണ്ട്, ഇല്ല ഇനി ഇതുപോലൊന്നും ഉണ്ടാവില്ല. അന്ന് അവൻ ആ ബൈക്ക് മോഷ്ടിച്ചത് അവൻ ചെറുപ്പകാലത്തായിരുന്നു. അതിനുശേഷം നിങ്ങൾ എപ്പോഴും ഇവിടെ വരുമ്പോൾ അവനെ കുറ്റപ്പെടുത്തുന്നതും എല്ലാവരും കളിയാക്കുന്നതും കൊണ്ട് അന്ന് അവൻ ആ പണം മോഷ്ടിച്ചത് അത് ആ ആൻ്റണി പറഞ്ഞു കൊടുത്തിട്ടാ. ആൻ്റണിയെ പോലെയുള്ള മോശം കൂട്ടുകെട്ടിൻ്റെ കൂടെ നടന്ന എൻ്റെ മോൻ അങ്ങനെയൊക്കെ ചെയ്തത്, അല്ലാതെ അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യില്ല, ഞങ്ങൾക്ക് മാപ്പ് തരണം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കാല് പിടിക്കുന്ന പോലെയൊക്കെ ചോദിക്കുക. അപ്പോഴേക്കും രവി ഓർക്കുക, ചന്ദ്രൻ നീ കേസ് പിൻവലിച്ചോ എന്ന് ചോദിക്കുക. അപ്പോൾ ചന്ദ്ര, ഞാൻ കേസ് പിൻവലിച്ചു. ഞാൻ നിന്നോട് കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞിട്ട് നീ പറഞ്ഞല്ലോ ഒരിക്കലും അത് ചെയ്യില്ല എന്ന്. എന്നിട്ട് ഇപ്പം എന്താ നീ കേസ് പിൻവലിച്ചേ, എന്താ സംഭവിച്ചേ ചന്ദ്രയെന്ന് പറയുക. എന്നിട്ട് രവി പറയുന്നുണ്ട്, എന്തായാലും നന്നായി, നിനക്ക് അങ്ങനെ തോന്നിയല്ലോ. ഒരു ചെറുപ്പക്കാരൻ പയ്യൻ്റെ ഭാവി നശിപ്പിക്കേണ്ടി വരികയല്ലോ, രേവതിയുടെ മനസ്സ് വിഷമിപ്പിക്കേണ്ടിയും വരികയല്ലോ. നീ നല്ല കാര്യം തന്നെയാണ് ചന്ദ്രയെ ചെയ്തതെന്ന് രവി പറയാം. അപ്പോൾ ചന്ദ്ര പറയാം, ആയിക്കോട്ടെ ഞാനങ്ങനെ ചെയ്തു എന്ന് പറയുക. അപ്പോൾ ഉടനെ സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല അതെന്താ അമ്മ ഇത്ര പെട്ടെന്ന് കേസ് പിൻവലിച്ച്, എന്താ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അത്ഭുതം നടന്നേ, വക്കീൽ എന്തെങ്കിലും അമ്മയോട് പറഞ്ഞോ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ തന്നെ ചന്ദ്ര പറയാം, വക്കീൽ എന്ത് പറയാനാ, വക്കീൽ എപ്പോഴും പറയുന്നതൊക്കെ പറഞ്ഞു, ഇവൻ്റെ ഭാവി നശിപ്പിക്കാതിരിക്കാൻ ഞാൻ കേസ് പിൻവലിക്കണമെന്ന്. ഞാനായിട്ട് ഇനി രേവതിയുടെ ആങ്ങളയുടെ ഭാവി നശിപ്പിച്ചെന്നോ അവരുടെ കുടുംബം തകർത്തെന്നോ ഒന്നും ആരും പറയണ്ട, എല്ലാവരും എന്നെയല്ലേ കുറ്റപ്പെടുത്തുള്ളൂ. അതുകൊണ്ട് ഞാനും അങ്ങ് വിചാരിച്ചു കേസ് പിൻവലിച്ചേക്കാന്ന്, അതുകൊണ്ടാണ് ഞാൻ കേസ് പിൻവലിച്ചേ എന്ന് പറയാണ്. അപ്പോഴേക്കും ഇത് കേൾക്കുന്ന ശ്രുതി അന്തം വിട്ടു പോവുക. ശ്രുതി ചോദിക്കുക, അമ്മ കേസ് പിൻവലിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ചന്ദ്ര പറയാ, ഞാൻ പിൻവലിച്ചു. അപ്പോൾ പിന്നെയും ശ്രുതി ചോദിക്കുക, ആൻറ്റിക്ക് എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു മനമാറ്റം ഉണ്ടാവാനായിട്ട്, ആൻറ്റിയല്ലേ അന്ന് പറഞ്ഞത് എന്തായാലും കേസ് കൊടുക്കും, ഇവരെല്ലാം പിടിച്ചകത്തിടുമെന്നൊക്കെ, എന്നിട്ട് പെട്ടെന്ന് തന്നെ ആൻറ്റിയുടെ മനസ്സ് മാറിയെന്ന് ചോദിക്കുക. അപ്പോൾ രവി പറയേ, എൻ്റെ ശ്രുതി നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ, ചന്ദ്ര കേസ് പിൻവലിച്ച് നിനക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ശ്രുതി പറയാ, അതല്ല, അമ്മയുടെ മനസ്സ് ഇത്രയും പെട്ടെന്ന് മാറിപ്പോയല്ലോ എന്ന് ഓർത്തിട്ടാ ഞാൻ ചോദിച്ചതെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയാം, അതങ്ങനെ എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ ചെയ്തു, ഇനിയിപ്പോൾ എന്നെ ആരും ചോദ്യം ചെയ്യാനൊന്നും വരണ്ട എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ.
അപ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് അങ്ങ് ആകപ്പാടെ വിഷമാവുകയാണ്. കേസും പിൻവലിച്ചല്ലോ, ആകെ മൊത്തം പണിയായല്ലോ എന്ന് ഓർത്തിട്ട്. അങ്ങനെ ശ്രുതി പോയിട്ട് മീരയെ കണ്ട് സംസാരിക്കുക. അപ്പോൾ മീരയോട് പറയുന്നുണ്ട്, മീരെ, എൻ്റെ അമ്മായിയമ്മയുണ്ടല്ലോ, അവരാ കേസ് പിൻവലിച്ചു. എന്താണെന്നറിയില്ല അവരങ്ങനെ ചെയ്തത്. ഇതിപ്പോൾ വല്ലാത്തൊരു ഏർപ്പാടായി പോയല്ലോ എന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ മീര പറയാ, ശരിയാ, ഇതൊരു വല്ലാത്ത ഏർപ്പാട് തന്നെയാ. നിൻ്റെ അമ്മായിയമ്മ കേസ് കൊടുക്കുമെന്നും അങ്ങനെ രേവതി സച്ചി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമെന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ട് ഇപ്പം അതൊക്കെ അങ്ങ് മാറിപ്പോയല്ലോ എന്ന് പറയാം. അപ്പോൾ ഉടനെ പറയുന്നുണ്ട് ശ്രുതിയോട്. ശ്രുതി പറയാണ്, നേരാ, ഇനിയിപ്പോൾ ആ ആൻ്റണിക്ക് 2 ലക്ഷം രൂപ ഞാൻ കൊണ്ട് കൊടുക്കണമല്ലോ, ആ പണവും കൊടുക്കണം. ഇതിപ്പോൾ ഇങ്ങനെയായി. ആ നവീൻ ദാസിനെ ഒന്ന് പിടിച്ച് 2 ഇടി കൊടുക്കാൻ പറഞ്ഞിട്ട് ആൻ്റണി ഈ ഒരു അവസ്ഥയിലാക്കി. അവൻ മരിച്ചു കിടക്കുന്ന അവസ്ഥയിലാണ്. അവനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ അകത്തും പോവും. എന്തായാലും ആൻ്റണിയെ പോയി ഒന്ന് കണ്ട് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞ് ചെല്ലുക. അതേസമയം നമ്മുടെ നവീൻ ദാസും അവിടെ ഉണ്ട് കേട്ടോ. നവീൻ ദാസ് ആകെ അവശതയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോഴേക്ക് ശ്രുതി ചെല്ലുക. ശ്രുതി ചെന്നിട്ട് ആൻ്റണിയോട് പറയുക, ആൻ്റണി, ഒരു സംഭവം ഉണ്ടായി. ഇപ്പം ആ കേസ് പിൻവലിച്ചിരിക്കുകയാണ് എൻ്റെ അമ്മായിയമ്മ എന്ന് പറയുക. അപ്പം ആൻ്റണി ചോദിക്കുക, അതെന്താ? നിൻ്റെ അമ്മായിയമ്മ അങ്ങനെ ചെയ്യില്ലായിരുന്നല്ലോ, അവർക്ക് നല്ല ദേഷ്യമായിരുന്നല്ലോ രേവതിയോടും ആ ശരത്തിനോടും ഒക്കെ. എന്നിട്ട് പിന്നെ എന്താ ഇപ്പം പെട്ടെന്ന് കേസ് പിൻവലിച്ചേ? അപ്പോൾ ഉടനെ പറയന് ശ്രുതി, എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന്. ആ കേസ് കൊടുക്കുമെന്നും രേവതി സച്ചി അവിടെ നിന്ന് ഇറങ്ങി പോകുമെന്നൊക്കെ വിചാരിച്ച് ഞാൻ സന്തോഷിച്ചിരുന്നതാണ്. ഇപ്പം ആരുടെ കേസും പിൻവലിച്ചു, ഒരു പ്രശ്നവും ഇല്ല. എന്താ ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എന്ന് പറയാം. അപ്പോൾ ആൻ്റണി പറയാം, അയ്യോ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, ഇതിപ്പോൾ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറയുമ്പം ശ്രുതി പറയാം, അതേ ഇവനെ പിടിച്ച് 2 അടി കൊടുക്കാനേ ഞാൻ പറഞ്ഞോളൂ, ഇതിങ്ങനെയൊന്നും ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇനിയിപ്പം ഞാൻ 2 ലക്ഷം രൂപ അക്കൗണ്ട് തരണമെന്ന് ചോദിക്കുക. അപ്പം ആൻ്റണി പറയാം, അതെന്ത് വർത്തമാന ശ്രുതി നീ പറയുന്നത്? ഇവിടെ കണ്ടില്ലേ കിടക്കുന്നത് നവീൻ ദാസ്, അവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലാതെ കിടക്കുകയാണ്. അങ്ങനെയുള്ളപ്പം പണം കൊണ്ട് തന്നില്ലേ, അവനങ്ങ് കാഞ്ഞു പോയാൽ അത് നിൻ്റെ തലയിൽ തന്നെ ഇരിക്കും കേട്ടോ. എന്ത് ചെയ്യാനാന്ന് നോക്ക്, ആകെ മൊത്തം ഇനി ഞാൻ പണവും കൊണ്ടു തരണം. അതുപോലെ തന്നെ ദേ ആ കേസും പിൻവലിച്ചു. എന്തായാലും എനിക്കൊരു പണി തന്നെയാണ് കിട്ടിയത്, നാശം പിടിക്കാൻ എന്നും പറഞ്ഞ് അങ്ങോട്ട് പോവാണ് കേട്ടോ നമ്മുടെ ശ്രുതിയും മീരയും കൂടെ. അപ്പോഴേക്കും നമ്മുടെ നവീൻ ദാസ് എണീറ്റ് വരികയാണ്. അപ്പം നവീൻ ദാസ് എണീറ്റ് വന്നിട്ട് ആൻ്റണിയോട് പറയാണ്, എന്താ അവളുടെ അമ്മായിയമ്മ ആ കേസ് പിൻവലിച്ചോ എന്ന് ചോദിക്കുക. അപ്പം ആൻ്റണി പറയാം, അതെ, അവരാ കേസ് പിൻവലിച്ചു. അതെന്താ അവർ കേസ് പിൻവലിച്ചതെന്ന് അറിയില്ല. അവർക്ക് രേവതിയോടും രേവതിയുടെ വീട്ടുകാരോടും ഒക്കെ നല്ല ദേഷ്യമായിരുന്നു. ആ ശരത്തിനെയൊന്നും അവർക്ക് ഇഷ്ടമില്ലായിരുന്നു. ഞാനിപ്പോൾ സന്തോഷിച്ചിരിക്കുകയായിരുന്നു. ആ ശരത്തിനെതിരെ കേസ് കൊടുത്ത് അവൻ കേസും കൂട്ടുമൊക്കെ ആയിട്ട് വട്ടം കറങ്ങി നമ്മുടെ മുമ്പിൽ തന്നെ വരുമെന്ന്, അങ്ങനെ അവൻ എൻ്റെ കാൽ കീഴി വരുമെന്ന് ആഗ്രഹിച്ചിരുന്നതാ. ഇപ്പം ആ തള്ള കേസ് പിൻവലിക്കുകയും ചെയ്തു. അവനിപ്പോൾ ഒന്നുകൂടെ പവറായി. ഇനിയും അവൻ പഠിക്കാൻ പോവും. അവൻ ചീത്ത കൂട്ടുകെട്ടിലൊന്നും ഇനി വീഴില്ല. ആ സച്ചി പറയുന്ന കേട്ടേ ഇനി അവൻ ജീവിക്കുള്ളൂ. നമ്മുടെ കൂടെ നിൽക്കാൻ അവനിനി വരികയില്ല. ആകെ മൊത്തം എല്ലാം കുളവായെന്ന് പറയാം. അപ്പം നവീൻ ദാസ് പറയുന്നുണ്ട്, ഈ ശ്രുതി എന്നെ പിടിച്ചടിക്കാൻ പറഞ്ഞില്ലേ, അതിനുള്ള പണി അവൾക്ക് കൊടുത്തില്ലേ, 2 ലക്ഷം രൂപയും കൊണ്ട് അവൾ വരുമോ എന്ന് ചോദിക്കുക. അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, തീർച്ചയായിട്ടും അവൾ വരും. ഇനിയിപ്പോൾ ശരത്ത് പോയാലും വേണ്ടില്ല, ശ്രുതി ഉണ്ടല്ലോ, അവളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പണം നമുക്കങ്ങ് വാങ്ങിച്ചെടുക്കാം. അവളെ അങ്ങനെ അങ്ങ് വിട്ടാലും കൊള്ളില്ല. അവൾ ഇത്തരക്കാരിയാണെന്നുള്ള കാര്യം നീ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായതെന്ന് ആൻ്റണി പറയാം. അപ്പം നവീൻ ദാസും പറയുന്നുണ്ട്, ശരിയാ, എന്നെ തല്ലിക്കൊല്ലാൻ അവൾ പറഞ്ഞില്ലേ, അപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പണമെങ്കിലും നമുക്ക് വാങ്ങണം. ഇപ്പോൾ അവൾക്ക് ഏതായാലും 8ൻ്റെ പണി തന്നെയാണ് കിട്ടിയത്. അവളുടെ വീട്ടിൽ ആ രേവതിയുടെ അനിയനെ കേസിൽ കുടുക്കി അകത്തിടാമെന്നും സച്ചിൻ രേവതി അവിടുന്ന് പിണങ്ങി പോകുമെന്നും അവളുടെ അമ്മായിയമ്മ അവരെ ഇറക്കി വിടുമെന്നും ഒക്കെ വിചാരിച്ച് സന്തോഷിച്ചിരുന്നതാ ഈ ശ്രുതി. ഇപ്പം ദേ അവൾക്കതൊരു പണിയായി. അവർ കേസ് പിൻവലിച്ചതോടെ അവളുടെ ഗ്യാസ് പോയി. പോരാത്തതിനിപ്പം ആൻ്റണി 2 ലക്ഷം രൂപ ആവശ്യപ്പെടുകയും ചെയ്തില്ലേ എന്നെ ചികിത്സിക്കാൻ. അതും അവൾക്കൊരു വലിയ അടിയാണ്. ഇനി അവൾ ആ പണവും കൂടി ഉണ്ടാക്കണ്ടേ എന്ന് പറയാം. അപ്പം ആൻ്റണി പറയാം, ഉണ്ടാക്കട്ടെ, അവളുടെ കയ്യിലിരിപ്പും അങ്ങനെ തന്നെയല്ലേ. അവൾ എൻ്റെ അടുത്താണ് കളിക്കാൻ വരുന്നത്. അവൾക്ക് ഞാൻ 8ൻ്റെ പണി കൊടുക്കും. അവളെ പണം കായ്ക്കുന്ന ഒരു മരം തന്നെയാണ് എന്ന് ആൻ്റണിയും പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്ര കേസ് പിൻവലിച്ചതും അതുപോലെ ആൻ്റണി പണം ആവശ്യപ്പെട്ടതും എല്ലാം നമ്മുടെ ശ്രുതിക്ക് കിട്ടുന്ന ഒരു 8ൻ്റെ പണിയാണ് കേട്ടോ. കൊടുത്ത കൊല്ലത്ത് കിട്ടുമെന്ന് പറഞ്ഞതുപോലെ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്